പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾ വലിയ സന്തോഷത്തിൽ വചനം കേൾക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട വട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയും ആശീർവാദവും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം ഇതിന്റെ കൂടെ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പ് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതും വലിയൊരു അനുഗ്രഹമാണ്. അതെല്ലാം കർത്താവ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നതിന് സഹായമാക്കി തരും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേൽക്കുന്നു. വലിയ ഉണർവോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല 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 ഹല. യേശുവേ ആരാധന, ഈശോയെ ആരാധന. യേശു ഒരു മനസ്സോടെ ആരാധിക്കുന്നു, ഒരു ഹൃദയത്തോടെ ആരാധിക്കുന്നു, കുടുംബങ്ങളായി ആരാധിക്കുന്നു, സമൂഹമായി ആരാധിക്കുന്നു. ആരാധന, 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 സ്തുതിക്കുന്നു. എല്ലാവാതിലും അടഞ്ഞിടുമ്പോൾ എന്റെ യേശു ഒരു വഴി തുറന്നിടുമേ. എല്ലാവാതിലും അടഞ്ഞിടുമ്പോൾ എന്റെ യേശു ഒരു വഴി തുറന്നിടും. കൈകളടിച്ച് ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. കർത്താവേ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുത്തെ കരുതൽ, അവിടുത്തെ പരിപാലന, അവിടുത്തെ സ്നേഹം കർത്താവേ ഈ മണിക്കൂറുകൾ ഞങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്നത് ഞങ്ങൾ കാണുകയാണ്. കർത്താവേ, പതിരി പോകാതിരിക്കാൻ അവിടുന്ന് വലതുവശത്തുണ്ട്. കർത്താവേ, അവിടുത്തെ കൺമുമ്പിൽ ദർശിച്ച ദാവീദിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പാദങ്ങൾ കല്ല് തട്ടാതിരിക്കാൻ തക്കവിധം ദൈവത്തിന്റെ പരിപാലന, ദൂതന്മാരുടെ പരിപാലന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കർത്താവേ ഈ ശുശ്രൂഷകളെല്ലാം അഭിഷേകം ചെയ്യണമേ. നിന്റെ പാദം കല്ലിന്മേ തട്ടാതെ കാത്തിടും, തന്റെയുള്ള കയ്യിൽ അവൻ നിന്നെ മറയ്ക്കും. നിന്റെ പാദം കല്ലിന്മേ തട്ടാതെ കാത്തിടും, തന്റെയുള്ള കയ്യിൽ അവൻ നിന്നെ മറയ്ക്കും. അഗ്നിസ്തംഭമായും മേഘത്തുണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അഗ്നിസ്തംഭമായും മേഘത്തുണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അടഞ്ഞിടുമ്പോൾ എന്റെ യേശു ഒരു വഴി തുറന്നിടുമേ. എല്ലാവാ
അറിയാത്ത യേശുവേ. ഒരു പുതിയ വഴി യേശു തുറന്നിടും. കർത്താവേ. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, 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 ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല 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 ഹല. യേശയ്യ പ്രവചനം 22-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുവചനം. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഓ ദൈവമേ, ഈശോ എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരുടെ മേൽ ഓ കർത്താവേ, അവിടുത്തെ നാമം അയച്ച് അടഞ്ഞിടക്കുന്ന വാതിലുകൾ തുറക്കണമേ, അടയ്ക്കേണ്ട വാതിൽ അടയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നാളുകളായി കടബാധ്യതകൾ, നാളുകളായി സാമ്പത്തികമല്ല പരാജയങ്ങൾ, നാളുകളുമായി ബിസിനസിന്റെ തകർച്ചകൾ, കർത്താവ് മുന്നോട്ട് പോകാൻ ഒരു വാതിലുകളും കർത്താവ് ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും യേശുവിന്റെ നാമത്തിൽ സത്യ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. കർത്താവേ, നാളുകളായി പഠനം അടഞ്ഞു പോയി, നാളുകളായി പഠന മേഖല അടഞ്ഞു കിടക്കുന്നു. എത്ര ശ്രമിച്ചിട്ട് പരീക്ഷയ്ക്ക് പാസ്സാകുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും പരാജയങ്ങൾ. ഓ കർത്താവേ, അങ്ങനെ പഠന മേഖല അടഞ്ഞു കിടക്കുന്ന യുവജനങ്ങളുടെയും കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ഇപ്പോൾ വാതിലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. കർത്താവേ, നാളുകളായി ദുഃഖം ബാധിച്ച്, നിരാശ ബാധിച്ച്, വിഷാദം നിറഞ്ഞ്, മിണ്ടാട്ടം പോലുമില്ല, സംസാരിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും മൗനം. കർത്താവേ, അങ്ങനെ വിഷാദത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളും ഹൃദയങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സത്യം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. കർത്താവേ, നാളുകളായി പ്രാർത്ഥന ഉത്തരമില്ല. കർത്താവ്, എന്റെ രോഗം ഇനി ഒരിക്കലും മാറുകയില്ല. അതുപോലെ വിശ്വാസത്തിൽ മന്ദത വന്ന് ഇനി എനിക്ക് സൗഖ്യമില്ല എന്ന ചിന്തയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളുടെ നിരാശയുടെ വാതിലുകൾ മാറി. കർത്താവേ, ഇപ്പോൾ കൃപയുടെ പ്രത്യാശയുടെ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നന്നായി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സന്തോഷത്തിൽ സ്വസ്ഥമായി നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാകും. 1 സാമുവേൽ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം. 1 സാമുവേൽ chapter 12 verse 23. എല്ലാവരും ചേർന്ന് വചനം വായിച്ചാൽ ദൈവസന്നിധിയിൽ അത് കൂടുതൽ പ്രീതികരമാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സാമുവേൽ പ്രവചനത്തിൽ സാമുവേൽ പ്രവാചകൻ പറയുന്ന വളരെ മനോഹരമായ ഒരു തിരുവചനമാണത്. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ എന്നൊരു സാമുവേൽ പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വചനം കേൾക്കുമ്പോഴും അതിനൊരു പശ്ചാത്തലം മനസ്സിലാക്കണം. ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ ഒരു ഉൾക്കാമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം നിയോഗിച്ച ന്യായാധിപനാണ് സാമുവേൽ.
സാമുവേൽ ന്യായാധിപനായിരുന്ന കാലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു. അങ്ങനെ സാമുവേൽ വൃദ്ധനായി തൻ്റെ ആക്റ്റീവായ മിനിസ്ട്രിയിൽ നിന്ന്, ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയി അല്ലെങ്കിൽ എമിരിത്തോസ് ആയി പതുക്കെ പിൻവാങ്ങുവാണ്. അങ്ങനെ പിൻവാങ്ങുന്ന സമയത്ത് സാമുവേൽ മുഴുവൻ ജനങ്ങളെ വിളിച്ചുകൂട്ടി, അവിടെയുള്ള എല്ലാ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അതിനുശേഷം സാമുവേൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇവിടെ കാലുകുത്തിയ നാളുകെട്ട് മുതൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നാളുകൾ മുതൽ നിങ്ങളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട വിധം കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളെ തിരുത്തിയിട്ടുണ്ട്. ദൈവസമയങ്ങളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കഴുതയോ നിങ്ങളുടെ ഒരു കാളയെയോ നിങ്ങൾ ഒരു ജോഡി ചെരുപ്പോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്യായമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കർത്താവ് കാത്തോളട്ടെ. ഞാൻ ഇനി എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി ഞാനൊന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞ് സാമുവേൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ ഒരു പ്രസംഗം പറയുന്നത് പോലത്തെ ഒരവസ്ഥയാണ്. സാമുവേൽ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങൾ അവിടെ അനുസ്മരിച്ചു എന്ന് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകർ റിട്ടയർ ആകുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനം നിന്ന് ഒരാൾക്ക് ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രസംഗിക്കും. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കും. അങ്ങനെ അനുസ്മരിച്ചതിൻ്റെ അവസാനത്തിൽ ആർക്കാണ് സെൻഡ് ഓഫ് സ്വീകരിക്കുന്നത്, ആ വ്യക്തി മറുപടി പ്രസംഗത്തിന് വേണ്ടി എഴുന്നേക്കും. എന്ന് പറയുന്നത് പോലെ സാമുവേൽ ഒരു മറുപടി പ്രസംഗം നടത്തുക. എന്നിട്ട് പറയാണ്, ഞാൻ ഇനി ഒന്ന് പിൻവാങ്ങുവാണ്. എന്നിട്ട് സാമുവേൽ ഒരു കാര്യം പറയുകയാണ്. അതാണ് ആ അടുത്ത വാക്യം. നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ എനിക്ക് ഇട വരാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സാമുവേൽ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹം ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരിക്കുമ്പോൾ ഇത്രയും കാലം തനിക്ക് ഏൽപ്പിച്ച് തന്നിരുന്ന ആ ജനതയ്ക്ക് വേണ്ടി എൻ്റെ സ്ഥാനം ഒഴിഞ്ഞാലും പുതിയ ആളവിടെ ചാർജ് എടുത്താലും ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് എനിക്ക് ഒരു പാപമായി തീരും എന്ന് സാമുവേൽ പറയുകയാണ്. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ വചനം വായിച്ച ഒരുപാട് വർഷം മുമ്പാണ്. എനിക്ക് തോന്നുന്നത് പട്ടം കിട്ടിയ ആദ്യ നാളുകൾ തന്നെ ഈ വചനം എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മ. ഈ വചനം വായിച്ച ശേഷം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചു. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. സാമുവേലിനെ സംബന്ധിച്ചിടത്തോളം താൻ ന്യായപാലനം നടത്തിയിരുന്ന ആ ദൈവജനത്തിന് വേണ്ടി തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പ്രാർത്ഥിക്കേണ്ട ഒരു കടപ്പാടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതൊരു പാപമായി തീരുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു, ഞാനിരുന്ന ഇടവക അല്ലെങ്കിൽ ഞാനിരുന്ന സ്ഥാപനങ്ങൾ, എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഞാൻ വിവാഹം ആശീർവദിച്ചിട്ടുള്ളത്, ഞാൻ കുഞ്ഞുങ്ങളെ മാമോദിസ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കുമ്പസാരം കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള മനുഷ്യർ, അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അതെനിക്കൊരു പാപമായി തീരുമെന്ന് ആ ഓർമ്മ കിട്ടിയപ്പോൾ ഞാനന്ന് കുമ്പസാരിച്ച്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. ഒരുപക്ഷെ പണ്ട് ആദ്യ കാലങ്ങളിൽ അത്ര തിരിച്ചറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാതെ പോയ കാലഘട്ടങ്ങൾ ഉണ്ടാവും എന്ന ധാരണയിലാണ് ഞാൻ കുമ്പസാരിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുടുംബനാഥനാണെന്ന് കരുതുക. ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാട് നമുക്കുണ്ട്. ഒരു വികാരിച്ചനാണെന്ന് കരുതുക, ഒരു സുസ്ഥനാണെന്ന് കരുതുക. നമ്മളൊരു പള്ളിയിലിരുന്ന്, അല്ലെങ്കിൽ ഒരു കോൺവെന്റിലിരുന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലിരുന്ന്, അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫർ കിട്ടി, നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോയി, അവസാനം നമ്മൾ റിട്ടയർ ആയി എന്ന് കരുതുക. നമ്മൾ എവിടേക്കൊക്കെ മാറി പോയാലും ഇതുവരെ ആരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരുന്നോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ, നമ്മളോട് പ്രാർത്ഥന ചോദിച്ച് എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്രയോ മനുഷ്യരോട് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു,
നമ്മൾ എത്രയോ സ്ഥലങ്ങളിലൂടെ പോയി എത്രയോ മനുഷ്യരുമായിട്ട് സംസാരിച്ചു. ഒന്നും വേണ്ട, ഇതിനകത്തിരിക്കുന്ന പലരും ജ്ഞാനസ്നാന മാതാപിതാക്കളായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായി ആ സ്ഥാനത്ത് നിന്നവർ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകുമ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായ സ്ഥാനത്ത് നിന്നവർ ഇതിനകത്തുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം, കടപ്പാട് നമുക്കുണ്ട്. Praise the Lord. Praise the Lord. ഒരു വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഇല്ലെങ്കിൽ അതൊരു പാപമായി. അവൻ സാമുവേൽ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടർന്നും എൻ്റെ വയസ്സുകാലത്തായി അവസാന ശ്വാസമായി എന്ന് വിചാരിച്ച് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് മൊത്തം പ്രാർത്ഥന ഒരുമിച്ച് നടത്താം എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ എവിടെയൊക്കെ കടന്നു പോകുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനത്തെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ ഒരുപാട് വിലയുണ്ട്. അത് നിസാരമാണെന്ന് വിചാരിക്കരുത്. അതിന് ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ട്. ജോയൽ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2:17, കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസ പാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? Praise the Lord. Praise the Lord. കർത്താവിന്റെ ദാസരായ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതരോട് ഭൂമുഖത്തിന് എന്ന് പറഞ്ഞാൽ ദൈവജനത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാണ്. അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുത്, അങ്ങയുടെ അവകാശത്തെ നശിപ്പിച്ച് കളയരുത്, അവരെ സംരക്ഷിക്കണം. നിങ്ങളുടെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് അന്യ ജനതകളെ പുച്ഛിക്കാൻ ഇടവരരുത് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസേന വളരെ സ്വീകാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഓരോ അഭിഷേകാഗ്നി എപ്പിസോഡ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ എപ്പിസോഡ് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ശനിയാഴ്ചകളിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി സാധിക്കുന്നവര്, ഉപവാസം എടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഈ അഭിഷേകാഗ്നി എപ്പിസോഡിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നല്ല വിലയുണ്ട്. ഞാനൊരു സംഭവം പറയാം. അതായത് ഞാൻ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചച്ഛനായി ഒരു പള്ളിയിലിരുന്ന് അതിനുശേഷം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു സമയം ഉറക്കാണ്. അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിക്കുമ്പോൾ അച്ഛൻ ആദ്യമായിട്ടൊരു ധ്യാനം തന്നെ എന്നോട് ലീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് വട്ടാലച്ചനെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ച് അപ്പോൾ ധ്യാനത്തിന് ഇടയ്ക്ക് അച്ഛൻ വട്ടാലച്ചൻ ടോക്കിന് വന്ന് സഹായിക്കും. അങ്ങനെ ധ്യാനം ലീഡ് ചെയ്യാണ്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തോടെ മടങ്ങുകയാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നെ വന്ന് അറിയിച്ചതാണ് ഈ 400-500 പേര് 600 പേരൊക്കെ ഉണ്ടായിരുന്ന ധ്യാനമായിരുന്നു എൻ്റെ ഓർമ്മ. ആ അത്രയും ധ്യാനത്തിൽ ഒരാൾ കുമ്പസാരിച്ചിട്ടില്ല എന്നൊരു ശുശ്രൂഷകൻ വന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ധ്യാനം കഴിഞ്ഞു, വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം കഴിഞ്ഞു, ആൾക്കാരെ വിട്ടു, ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വേഗം ബൈക്കൊക്കെ എടുത്ത് തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ ഈ കുമ്പസാരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ ചേട്ടനെ ശുശ്രൂഷകൻ വഴി വിളിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ കുമ്പസാരിച്ചില്ല എന്നിങ്ങനെ കേട്ടല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ കുമ്പസാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കുമ്പസാരിക്കാതെ? എനിക്ക് ഇതിനകത്ത് വിശ്വാസമൊന്നുമില്ല, ഇതൊന്നും കാര്യമില്ല, അച്ഛന്മാർ ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗുകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒറ്റൊരു ഉപദേശം കൊണ്ട് അങ്ങനെ, കാരണം ഇത്രയും വചനം കേട്ടു, കൗൺസിലിംഗ് കേട്ടു, എന്നിട്ടൊന്നും ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പം കൈവിട്ടു പോയി. അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും അദ്ദേഹം വായിക്കെല്ലാം എടുത്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ ധ്യാനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങോട്ട് വിട്ടുപോയി. ശരിക്കും പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, എന്നാണെന്നറിയാവോ, ദൈവമേ ഇത് എൻ്റെ കൃപയുടെ കുറവുകൊണ്ട് നമ്മുടെ ധ്യാനമൊന്നും ശരിയല്ല, നമുക്ക് ധ്യാനിപ്പിക്കുമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയി. ഭയങ്കര സങ്കടമായി. കാരണം വട്ടാലച്ചനൊക്കെ ധ്യാനം ലീഡ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാൾ സംസാരിക്കാതെ പോയില്ല, അത്രയും ടോപ്പാണ്, അത്രയും ദൈവകൃപ വരുന്ന ധ്യാനങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിതിനൊന്നും വിളിയില്ല, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഭയങ്കര സങ്കടം വന്നു. കൊച്ചനാണല്ലോ. അങ്ങനെ ഏതായാലും എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഏകദിനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ആ ഏകദിനത്തിൻ്റെ ഒരുക്കത്തിനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ
ഞാനിങ്ങനെ താമസമുള്ള ധ്യാനം ഒന്ന് ലീഡ് ചെയ്യണ്ടായിരിക്കും, അതൊക്കെ അച്ഛൻ ചെയ്താൽ മതി. അച്ഛൻ ഞാൻ ധ്യാനത്തിൽ നിങ്ങൾ വല്ല ചെറിയ ശുശ്രൂഷകൾ എന്തെങ്കിലും ചെയ്തോളാം, ധ്യാനമൊന്നും ഞാൻ ലീഡ് ചെയ്യേണ്ട, കാരണം ഇതെങ്ങനെ ഒരാൾ കുമ്പസാരിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അതിനൊരു വിളിയില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ ഓട്ടാച്ചൻ വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, അങ്ങനെയല്ല വിനോദിച്ച, പിന്നെ അത് ചില മനുഷ്യരൊക്കെ ഒരു സമയം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല, ദൈവം ഏൽപ്പിച്ച് തരേണ്ട ഒരു സമയം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞാണ് എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നൽ വന്ന്. ഇന്ന് സാരമില്ല, ഒരു കാര്യം ചെയ്യുക. അച്ഛൻ ശരിക്കും പറഞ്ഞു ആ ചേട്ടനെ മനസ്സിലോർത്ത് മനസ്സുരുക്കി കണ്ണുനീരോടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു, ബാക്കി ദൈവം തൊട്ടോളെന്ന് പറഞ്ഞു. അതൊരാശ്വാസമായി. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ കരുണയാൽ അന്ന് വിശുദ്ധ കുർബാന, വെള്ളിയാഴ്ചത്തെ വിശുദ്ധ കുർബാന എന്നോടാണ് അർപ്പിക്കാൻ വേണ്ടി എന്ന് അച്ഛൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കാം. ആ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സങ്കടം വന്നു. ഈ മനുഷ്യനെ ഓർത്ത് ഭയങ്കരമായി സങ്കടപ്പെട്ട് കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് പല സമയത്തും കർത്താവേ ആ വ്യക്തിയുടെ ആത്മാവിനെ തൊടണം കർത്താവേ, ഇത് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ദൈവമേ കരുണ കാണിക്കണം, ഉള്ളുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കർത്താവിൻ്റെ കരുണയാൽ ഞാൻ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അന്ന് 2ാം ശനിയാഴ്ച സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയുണ്ടായിരുന്നു. വൈദികരുടെയും സുസ്ഥന്മാരുടെയും മാതാപിതാക്കന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടായി. ആ ശുശ്രൂഷയ്ക്ക് ഞാനിങ്ങനെ ഒരു ചെറിയ ടോക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരാം. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ മുറ്റത്തിൻ്റെ സൈഡിലുള്ള മരത്തിൻ്റെ നടുവിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ധ്യാനത്തിൽ കുമ്പസാരിക്കാതെ പോയ ആ ചേട്ടൻ എന്നെ കാത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ പെട്ടെന്ന് ഫേസ് ഓർത്തു, വേഗം ഓടിച്ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ ഇന്നാൾ 2-3 ആഴ്ച പോയി, ഞാൻ ആ ചേട്ടൻ തന്നെയാണ്, ഞാൻ കുമ്പസാരിക്കാതെ പോയ ആളാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെ നിന്നാണ് ചേട്ടൻ വരുന്നത്? ചേട്ടൻ പറഞ്ഞു കർണാടകയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, കർണാടകയിൽ നിന്ന് അദ്ദേഹം വന്നിരിക്കുക. ഈ ശനിയാഴ്ചയ്ക്ക് പകരം അദ്ദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം മണ്ണാർക്കാട് വന്നൊരു ലോഡ്ജ് എടുത്ത് താമസിച്ച് ശനിയാഴ്ച രാവിലെ കണ്ട് കുമ്പസാരിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ്? അതപ്പോൾ ഇപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച് വരണ്ട, അവിടെ എവിടെയെങ്കിലും കുമ്പസാരിച്ചാൽ മതിയായിരുന്നില്ലെന്നോ? അതല്ലല്ല, എനിക്കിവിടെ തന്നെ വന്ന് കുമ്പസാരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ തോന്നാൻ കാരണം? എൻ്റെ അച്ഛൻ ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ടെന്ന് കുമ്പസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ എനിക്കൊരു ഒറ്റ ദിവസം വരെ മനസമാധാനമില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അവസ്ഥയോ, കുമ്പസാരിക്കുന്ന ഒരു ചിന്ത വരെയാണ്. പ്രൈസ് ദി ലോർഡ്. ഉടനെ തന്നെ ഞാൻ ഒരു അച്ഛനെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കൊരു ടോക്കുള്ള കാരണം മറ്റൊരു അച്ഛനെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ട് ഞാൻ ടോക്കിന് പോവുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ആ ധ്യാനം ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു കടപ്പാടുണ്ട് പ്രാർത്ഥിക്കുക. അത് ദൈവത്തിന് സ്വീകാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അതിന് നല്ല വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ദൈവത്തിന് അത്രയും ശ്രേഷ്ഠ സ്വീകാര്യമാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലത്ത് ദൈവത്തിന് നിശ്ചിത സമയത്ത് അത് ഫലം പുറപ്പെടുവിക്കാതെ പോവുകയില്ല എന്ന വചനം ഉറപ്പിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ. 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-19 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ലാമന്റേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 18 and 19. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ കുറിച്ച് അറിയാതെ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, തമ്മിൽ അങ്ങോട്ടും വെട്ടിയും കുത്തിയും മരിക്കുന്ന ജീവിതങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ കാണുന്ന ഓരോ കാഴ്ചകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ചാനലുകളിലും പേപ്പറുകളിലും ഒക്കെ കാണുമ്പോൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മക്കളിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് അതിന് കടപ്പാടുണ്ടെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വികാരിച്ചനാണെങ്കിൽ ആ ഇടവകളെ ഓരോ ഇടവക ജനത്തിലെ ഓരോ വീട്ടുകാർക്കും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ടെന്ന് പറയുന്നത് പോലെ, ഒരു കോൺവെന്റിലെ മതനാണെങ്കിൽ ആ കോൺവെന്റിലെ ഓരോ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ടെന്ന് പറയുന്ന പോലെ, ഒരു കുടുംബസ്ഥനാണെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ടെന്ന് പറയുന്ന പോലെ, ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനാണെങ്കിൽ അവിടെ ആരൊക്കെയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ട്.
Praise the Lord. Praise the Lord. അത് മാത്രമല്ല, ചുറ്റും കാണുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അറിയാതെ ഒരു പ്രാർത്ഥന ദൈവസ്ഥലേക്ക് ഉയരണം സഹോദരങ്ങളെ. Praise the Lord. Praise the Lord. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാപമായി തീരുമെന്ന് വചനം വെളിപ്പെടുത്താം. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇതുപോലെ നമുക്ക് കടപ്പാടുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കടപ്പാടില്ലാത്ത ആരുമില്ല, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന അത്രയും ശക്തമാണ്, അത്രയും ദൈവം ഇടപെടും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല ആ കാര്യത്തിൽ. ഏതെങ്കിലും സമയത്ത് ദൈവം തൊടും. Praise the Lord. Praise the Lord. ഈ ഒരു ചിന്തയോട് കൂടി ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുനീരോടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുക. ശതാധിപൻ്റെ ഭൃത്യന് വേണ്ടി ശതാധിപൻ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ ഭൃത്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ബൈബിൾ എത്രയോ സംഭവങ്ങളാണ് ഇങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നോ ആ വ്യക്തികളെ ഇപ്പം എല്ലാം മനസ്സിൽ ഓർക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും മനസ്സിൽ ഓർക്കുകയാണ്. ഇപ്പോൾ അവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരുടെ അടുത്ത് ചെല്ലും. കാരണം ഇത് കടപ്പെട്ട പ്രാർത്ഥന, കടപ്പാടുള്ള പ്രാർത്ഥനയാണ്. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് ഉയർത്തി അവരെ മനസ്സിൽ ഓർത്ത് ഈശോ അവരുടെ സംഘത്തിലേക്ക് ചെല്ലുന്ന മനസ്സിൽ കണ്ടുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. ശംഖുപൊട്ടി വിളിക്കുന്നു, ഞാനിതാ വിളിക്കുന്നു, യേശുവേ ഓരോ വ്യക്തികളുടെ അടുത്തേക്ക് യേശു ചെല്ലുന്നത് കണ്ടു വിളിക്കുന്നു. ഞാനിതാ